പഠിക്കാൻ പറ്റിയ കുളം ഇവിടെ കുളം ഉണ്ടോ? പോയി നോക്കാം. ഇതെങ്ങനെ ആയുണ്ടത്? ഇതായുണ്ടോ? ആയുണ്ടല്ലേ? ഇങ്ങോട്ടുള്ളത് ഏത്? അതല്ലേ? ആ അതൊക്കെ കുയ്യാളേനല്ലേ? പാറ പൊട്ടിച്ചിട്ടാണ്. ആ ശരി. അതാ ശരി. അപ്പൊ ഇത് നമ്മുടെ ചോലപ്പുറത്താണ് ഈ കുയ്യ കിടക്കുന്നത്. പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൽ യാർത്തിന്റെ അടുത്താണ്. നല്ല തെളിയുള്ള വെള്ളമാണ്. ഇതുണ്ടോ? ആ ഇത് കൊണ്ടുണ്ട്. നല്ല ആഴമുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇത് പാറ പൊട്ടിച്ച കുഴിയാണ്. അപ്പൊ ഇതിന്റെ ആഴം ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം. ഇവിടെ തന്നെ ആ ചാടി അവിടുന്ന് ചോലപ്പുറം പൈതങ്ങൽ യാറത്തിന്റെ അടുത്തുള്ള രണ്ട് കുളിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ നമുക്ക് 3 സുഹൃത്തുക്കൾ ഇവിടെ കിട്ടി. പരിസരവാസികളായ 3 സുഹൃത്തുക്കളെ കിട്ടി. അവരും കുളിക്കുന്നുണ്ട്. അവരെ കൂടെ നമ്മളും കുളിക്കാം എന്ന് വെച്ച് വന്നതാണ്. അപ്പം നല്ല മഴയാണ്. ഇതിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ കാഴ്ചകൾ കാണാം. ഓ തണുപ്പല്ലേ? പാറല്ലേ? അതാണ്. വെള്ളത്തിൽ ചാടിയ നമ്മുടെ 3 സുഹൃത്തുക്കളും നമുക്കിവിടെ കാണാം. അവർ കരയിലെത്തിയിട്ടുണ്ട്. അവർ നമ്മളെപ്പോലെ കുളിക്കാൻ വേണ്ടി വന്നത്. ഇത് നമ്മൾ കണ്ട ഒരു കുഴി. ഇനി രണ്ടാമത്തെ കുഴി വേറെയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പള്ളിൻ്റെ അടുത്തുള്ള പള്ളിച്ചോരയിലേക്ക് പോയിട്ട് അവിടെയും കുളിക്കാം. ഒരു കുഴി കഴിഞ്ഞ് നമ്മൾ അടുത്ത കുഴിയിലേക്ക് പോയി നോക്കാം. തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ നോക്കാം. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പറ്റുമെങ്കിൽ കുളിക്കാൻ തിരിച്ചു പോരാം. അടുത്ത കുഴിയിലേക്ക് പോകാം. ഒലിവുണ്ടല്ലേ ഇതിനല്ലേ? ഇവിടെ കുളിക്കുന്നില്ല. നമുക്ക് നേരെ പള്ളിച്ചോരയിലേക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെടിയുള്ള വെള്ളമുണ്ട്. ഞങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം ഇതിന്റെ പരിപാടിനൊക്കെ ഉണ്ടായിരുന്നു. ആ ഇറങ്ങാം. തങ്ങൾപ്പാപ്പ അവിടെ ഒന്ന് കുളിച്ച് ഒളിണ്ടാക്കി ആ പാറമ്മ ഒന്ന് നിശ്ചയിച്ചു. ഇവിടെ അപ്പൊ പള്ളി ഉണ്ടായിരുന്നില്ല അന്ന്. ഇവിടെ പാറയായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ അതിന് ശേഷമാണ് പള്ളി ഉണ്ടാക്കിയത്. അവിടുത്തെ നമ്മള് വലിയ ഒരാള് 3-4 ആൾക്കാര് കൂടിയിട്ട് ഈ പാറ ഇതിൽ തന്നെ പാറ പൊട്ടിച്ചിട്ട് തറാക്കിട്ട് തറാക്കിയിട്ട് കുറെ കാലം അങ്ങനെ. പിന്നെ അതേമാതിരി ഇതേ കോലത്തിലാക്കി ഇവിടെ നമ്മളെ അയൽവാസി തന്നെയാണ്. ശരി. അതേമാതിരി ഈ സ്ഥലം ആരാ? പ്രൈവറ്റാ? അതങ്ങനെ പ്രൈവറ്റാ അല്ലേ? ഏതായാലും വ്യക്തികളുടെ അല്ല. പഴയ കാലത്ത് കൊടുത്ത നൽകാതെ ഒഴിവാക്കിയിട്ടാണോ? ഒഴിവാക്കിയിട്ട് പോയതാണ്. ഓക്കെ ഓക്കെ. 81-ലേറ്റാണ് ഇതിന്റെ പണി നടക്കുന്നത്. 81 അല്ലേ? 81 കാലഘട്ടത്തിൽ ഇതിന്റെ പണി നടക്കുന്ന പറഞ്ഞു. ഇവിടെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. 8 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ചോലയിൽ ഇറങ്ങുന്ന കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഇറങ്ങി കുളിച്ച് നോക്കാം. നമുക്ക് കുറേ സൈക്കിൾ ഇവിടെ കുളിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സമയം ഇന്ന് ഒത്ത് കിട്ടിയത് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് കുളിക്കാം. നമുക്ക് ഇറങ്ങി നോക്കാം.
എല്ലാവരും കുളിച്ചു നോക്കാൻ ചോലപ്പുറം പള്ളിച്ചോല എന്ന മമ്പുറം തങ്ങൾ വന്നിരുന്ന കുളമാണിത്. അതിന്റെ അടുത്തുള്ളതാണ് ഈ പള്ളി കാണിക്കുന്നത്. നമുക്ക് ഇറങ്ങി ഒന്ന് കുളിച്ചു നോക്കാം. നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പൊ നമുക്കത് ഇറങ്ങി കുളിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി. വെള്ളം നല്ല സുഖമുള്ള വെള്ളമാണ്. കൂടുതൽ തണുപ്പുമില്ല, കൂടുതൽ ചൂടുമില്ല. നല്ല മീഡിയം തരത്തിലുള്ള വെള്ളം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. 24 മണിക്കൂറും വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുമാനിക്കാൻ ഇതിൽ ഏതെല്ലാം ഭാഗത്തു നിന്നും ഇതിലേക്ക് വെള്ളം വന്നു ചേരുന്നുണ്ട്. ഇതിലേക്ക് വന്നു ചേരുന്ന വെള്ളമാണ് ഇവിടെ ഒഴുകിപ്പോകുന്നത്. ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യം നമുക്കിവിടെ കാണാം. നീന്തൽ അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. അല്ലെങ്കിലും നീന്തൽ അറിഞ്ഞിരിക്കണം. കാരണം വെള്ളം എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കയറി രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് നീന്തൽ. അപ്പോൾ ഇവിടെ ഈ കുളം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വന്ന് നീന്തൽ പഠിക്കാൻ പറ്റിയ ഒരു കുളമാണ്. പ്രത്യേകിച്ച് ഇതിന് ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ നീന്തൽ വശമില്ലാത്ത ആളുകൾക്ക് ഈ വെള്ളത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങാം. ഇറങ്ങിയിട്ട് നീന്തൽ പഠിക്കാവുന്നതാണ്. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം വഴുക്കലുണ്ട്. പച്ച നിറത്തിൽ നമ്മൾ കാണാം. ചില ഭാഗത്തൊക്കെ വഴുക്കലുണ്ട്. പക്ഷേ ഒഴുകിയാലും നമുക്ക് മുങ്ങാനുള്ള വെള്ളമില്ല. ഇപ്പം അദ്ദേഹം നീന്തുന്ന ആ ഭാഗത്ത് മാത്രം കഴുത്തിന് അല്ലെങ്കിൽ തല വരെയുള്ള വെള്ളമേ ഉള്ളൂ. അതിലപ്പുറം ഇല്ല. അതിലപ്പുറം വെള്ളം വന്നാൽ ഇവിടെ ഒഴിച്ചിട്ട് ഓവർഫ്ലോറായി പോവുകയാണ്. അതുകൊണ്ട് അവിടെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ തീരെ നീന്തൽ അറിയാത്ത ആളുകൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം അവർക്ക് കുറഞ്ഞ വെള്ളത്തിനും ഭയം കൂടുതൽ വരും. അപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ നീന്തൽ എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ വാക്കിങ് അതുപോലെ തന്നെ വ്യായാമമൊക്കെ ചെയ്യുന്നതിന് ഒരു ഭാഗമായിട്ട് വരും ഈ നീന്തൽ. വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ? വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ ഒരു കുഴി വേറെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒഴുകി പോകുന്നുണ്ട്. ഇതൊക്കെ നല്ല വെള്ളം ഇവിടെ തന്നെ കാണാം. നല്ല ശുദ്ധമായ ജലമാണ്. ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നീന്തി. പക്ഷെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും തിരിച്ച് കയറാൻ മനസ്സ് വരുന്നില്ല. കാരണം അത്രക്കും ഈ വെള്ളത്തിൽ കിടന്ന് ആസ്വദിക്കാൻ തന്നെയാണ് മനസ്സ് വരുന്നത്. ഈ വെള്ളം അത്രക്കും ഒരു ശുദ്ധമായ അല്ലെങ്കിൽ ഒരു ഔഷധ ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല ശുദ്ധമായ വെള്ളമാണ്. എന്തുകൊണ്ടും 2 പേര് കൂടുതൽ 1-2 പേരുണ്ടെങ്കിൽ നമുക്ക് നീന്തി കളിക്കാനും കുളിക്കാനൊക്കെ നല്ല പറ്റിയ ഒരു ഇടമാണ് ഈ കുളം. ഈ വെള്ളത്തിൽ ഇന്ന് സ്കൂള് ഉള്ളത് കാരണമാണ്. സ്കൂള് ഇല്ലാത്ത ദിവസം ശനി ഞായറൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളെ ബഹളമായിരിക്കും ഇവിടെ. ചാടലും നീന്തലും എല്ലാം അവരാസ്വദിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് കഴുത്തിനറ്റം വെള്ളമുണ്ട്. അവിടെ പാറയാണ് അടിയിൽ. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഭാഗത്തുള്ള ഏതാണ് കുഞ്ഞുങ്ങൾക്ക് നീന്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് വെള്ളത്തൊന്ന് ചാടലുണ്ട്. അപ്പോൾ പരിസരവാസികൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ വെള്ളം ഈ ശനി ഞായർ ഇങ്ങോട്ട് വരരുത്, അല്ലാത്ത ദിവസങ്ങൾ വന്നാൽ മതിയെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കുളിച്ചിട്ട് പോകാം.
81-ലാണ് പിന്നെ ഇത് പൊട്ടിച്ച് ഇത് തറാക്കി. അതിന്റെ മുമ്പ് ചെറിയൊരു ചാല ഉണ്ടായിരുന്നു. പാറ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പാറ തന്നെ. അതിനകത്ത് റോഡിനൊക്കെ വേണ്ടി എത്തി ഇതൊക്കെ. അപ്പൊ അന്ന് താങ്കൾ വരുന്ന കാലത്തിൽ വെള്ളം ഉണ്ടാക്കോ? അന്ന് ചെറിയൊരു ചാലാണ്. ആ ചാലിൽ നമ്മളിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മുങ്ങാനുള്ള ഇവരൊക്കെ വരുമ്പോഴേ ഞാൻ ഡൽഹി പോയിട്ടുണ്ട്. ഇവരൊക്കെ ഇതാ മക്കളെയും പോലാണ് ഞാൻ. പക്ഷെ അവിടെ ഭാഗത്ത് കിണറുണ്ട്. എന്റെ വെള്ള സൗകര്യം ഒരു മരന്റെ പോലെ ഇരുന്നാലും സത്യത്തിനാകും വെള്ള സൗകര്യം ഉണ്ടാകും. അതിനൊരു ഉദാഹരണം പോയിട്ട് തങ്ങൾ എവിടെ വന്നിട്ട് വളരെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഹലോ, അവർക്ക് ഒന്നുണ്ടാക്കാൻ സൗകര്യം പറഞ്ഞു. പിന്നെ ആശ്ചര്യമാരെ ചെറിയ ആശ്ചര്യമാരാണ് ഇപ്രാവശ്യം ആദിത്യല്ല മമ്പുറം ഇവിടെ അവർ പേര നമ്മള് തെയ്യം ആശ്ചര്യമാരെ പേര ഈ ഭാഗത്താന്ന് പറഞ്ഞു. അപ്പൊ അവരെ കൊണ്ടുപോയി ആദിത്യ അവര് ഇന്നലെ തങ്ങളെ ചരിത്രത്തോട് പറഞ്ഞിരുന്നു. അവര് അച്ഛന്റെ അച്ഛന്മാരൊക്കെ ആ പള്ളിന്റെ പണി ആശ്ചര്യമാരെ പണിയുണ്ട്. അതൊക്കെ അവിടെ നടത്തിയതാണ്. അപ്പൊ കാഴ്ച ഇത് ഈ കുളം ഇവിടെ കുറെ കാലമായിട്ടുള്ളൊരു കുളമാണ്. ഇവിടെ നമ്മുടെ മമ്പുറം തങ്ങൾ വന്നിരുന്ന വിശ്രമിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ പള്ളിയുണ്ട്. ഇവിടെ പള്ളി കാണിക്കും. ഈ പള്ളി നിന്നിരുന്ന സ്ഥലം അന്നൊരു പാറ എന്നാ പറയുന്നത്. ആ പാറയിലാണ് തങ്ങൾ വന്നിട്ട് വിശ്രമിച്ചിരുന്നത്. അന്ന് ഇവിടെ ഒരു സ്ഥലമായിരുന്നു. ഇത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഇവിടെ പള്ളി നിർമ്മിച്ചു. ഈ പള്ളി എത്ര 81-ലാണ് പിന്നെ പള്ളിയായിട്ട് നിർമ്മിച്ചത്. ഇവിടെ ഇപ്പോ എല്ലാ മാസവും സലാത്തും മൗലൂദൊക്കെ നടക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ആസിന്തങ്ങള് പിന്നെ നമ്മുടെ പൊന്മുണ്ടം കാലി ആസിന്തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സലാത്തും മൗലൂദൊക്കെ നടക്കാറുള്ളത്. ഇന്നലെ നടന്നു. ഇന്നലെ ആണ്ടായിരുന്നു. തങ്ങളുടെ ആണ്ട് വാർഷികാണ്ട്. ആ വർഷത്തിലുള്ള ആണ്ടായിരുന്നു ഇന്നലെ നടന്നത്. മൗലൂദും കൂടി ആയിരുന്നു. പിന്നെ എല്ലാ മാസവും ഏതൊരു അവസാന ഫസ്റ്റ് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മൗലൂദ് സലാത്ത് മമ്പുറം തങ്ങളുടെ പേരിലെ സലാത്ത് മമ്പുറം തങ്ങളുടെ പേരിലെ സലാത്ത് നടക്കാറുണ്ട്. എല്ലാ മാസവും നടക്കാറുണ്ട്. ആദ്യത്തെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ ആശിം തങ്ങൾ പൊന്മുണ്ടം കാവി അവരുടെ നേതൃത്വത്തിൽ നടക്കാറുള്ളത്. ഇന്നത്തെ പരിപാടി നമുക്ക് പങ്കെടുത്തിരുന്നു. അപ്പൊ നമ്മൾ കുറേ ദിവസം ഇവിടെ കുളിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ സഹായിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴൊന്നും ഒത്തു കിട്ടി. നല്ല മഴ ആയിരുന്നു. അപ്പൊ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം, നല്ല കുളം ഒഴുകി പോകുന്നുണ്ട്. വെള്ളം ഈ ഒഴുക്കുള്ള വെള്ളം കുടിക്കാന്നാണ് നമ്മുടെ മാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക്. അപ്പൊ ഒന്ന് കുടിക്കാൻ നോക്കാം. സാറിന്റെ പേര് വന്നോ? നടക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കണ്ടല്ലോ. ഇനി അടുത്ത പരിപാടിക്ക് വരുമ്പോഴേ എന്തെങ്കിലും നമ്പർ തന്നാലെ ചോദിച്ചിട്ട് ചെറുതായി പോകാൻ ഞാൻ അങ്ങനെ നീന്തി വരാം. അതെ മുന്നേ വളർത്ത് പോയാലേ അതില്ലേ കണ്ടു കാര്യമില്ല. നമ്മളെ ശരീരമില്ലാതെ ഞാൻ ഇതിങ്ങനെ ഈ വെള്ളത്തൊക്കെ ഇറങ്ങി പറ്റിയതാണ്. നമ്മളെ കുന്നിന്റെ ആരോട് കുടങ്ങില്ല.
ഇല്ലേ? കിട്ടിയേ